വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ് പലതവണ. ഹോർമൂസ് കടലെടുക്ക് ഇറാൻ കൈവശപ്പെടുത്തിയ ആ സാഹചര്യത്തിൽ തന്നെ പറഞ്ഞതാണ്, ഇത്തരത്തിൽ യുദ്ധം തുടരുകയാണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ, എല്ലാ രാജ്യങ്ങളുടെയും GDP അടക്കം അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതിപ്പോൾ ഔദ്യോഗികമായി ഖത്തർ ഊർജ്ജ മന്ത്രി പറയുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എണ്ണവില ഒരു 1-2 ആഴ്ചയ്ക്കകം അത് $150 കുതിച്ചുയർന്നേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. സ്വാഭാവികമായും എണ്ണവില വർദ്ധിക്കുമ്പോൾ സാമഗ്രികളുടെ അടക്കം വില വർദ്ധിക്കും. ജീവിതം ലോകമെങ്ങും ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പ് തരികയാണ് ഖത്തർ ഊർജ്ജമന്ത്രിയും എനർജി ചീഫ് എക്സിക്യൂട്ടീവുമായ സാദ് അൽ കാബി. വരും ദിവസങ്ങളിൽ എണ്ണവില ബാരലിന് $150 വരെ ഉയർന്നേക്കാമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കാൻ സാധ്യതയുണ്ടെന്നും സാദ് അൽ കാബി വ്യക്തമാക്കി. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റായ റാസ് ലഫാന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായ പ്രഖ്യാപനം നടത്താൻ നിർബന്ധിതമാകുമെന്നും കാബി കൂട്ടിച്ചേർത്തു. റാസ് ലഫാൻ പ്ലാന്റിലെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. അറ്റകുറ്റപ്പണികൾക്കായി എത്ര സമയം വേണ്ടിവരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യുദ്ധം അവസാനിച്ചാലും തകരാറിലായ ഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുവാനും കയറ്റുമതി സാധാരണ നിലയിലാകാനും സമയമെടുക്കും. നിലവിൽ ഖത്തറിന്റെ പക്കലുള്ള 128 LNG കപ്പലുകളിൽ 6-7 എണ്ണത്തിൽ മാത്രമേ ചരക്കു കയറ്റുവാൻ സാധിക്കുന്നുള്ളൂ. ലോകത്തിലെ എണ്ണവാതക നീക്കത്തിന്റെ പ്രധാന കവാടമായ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ ഗതാഗത തടസ്സം സ്ഥിതി ഗുരുതരമാക്കുകയാണ്. വരും ആഴ്ചകളിൽ എണ്ണവില $150 സ്വാഭാവിക വാതകവില യൂണിറ്റിന് $40 എത്തിയേക്കാമെന്നും ഖത്തർ കണക്കുകൂട്ടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഖത്തർ എനർജി തങ്ങളുടെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സൈനിക തലത്തിൽ വെടിനിർത്തൽ ഉറപ്പാക്കാതെ പ്ലാന്റുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കില്ലെന്നും തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴുള്ള പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുമെന്നും ഖാബി മുന്നറിയിപ്പ് നൽകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പെട്രോ കെമിക്കൽസ്, വളം തുടങ്ങിയവയുടെ വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള നിർമ്മാണ മേഖലയും ഫാക്ടറികളെയും പ്രതിസന്ധിയിലാക്കും. യുദ്ധം തുടരുകയാണെങ്കിൽ ആഗോള GDP വളർച്ചയെ അത് ദോഷകരമായി ബാധിക്കുമെന്നും എല്ലാ രാജ്യങ്ങളിലും എണ്ണ, പ്രകൃതിവാതക വില കുത്തനെ ഉയരുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.